കേരള സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പാർക്കിങ്ങിൽ പ്രവർത്തനയോഗ്യമല്ലാതെ അഗ്നിരക്ഷാ സംവിധാനങ്ങൾ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിങ്ങിലെ തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ പരിശോധനയാണ് ഈ കണ്ടെത്തൽ. ശ്യാം പ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായിട്ട്. ശ്യാം, വലിയ തീപിടുത്തമായിരുന്നു, വലിയ അപകട സാഹചര്യമായിരുന്നു, നിരവധി വാഹനങ്ങൾ നശിച്ചിട്ടുമുണ്ട്. അതിൻ്റെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പോലെ വലിയ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് സ്ഥലത്തെ എന്തൊക്കെ ക്രമക്കേടുകളാണ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്? രതീഷ്, അതായത് ഈ തൃശ്ശൂരത്തെ ഈ പാർക്കിങ്ങിൻ്റെ തീപിടുത്തത്തിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് എമ്പാടും ഇത്തരത്തിലുള്ള പരിശോധനയുമായിട്ട് അഗ്നിരക്ഷാ സേന ഇറങ്ങിത്തിരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് എറണാകുളത്തെ ഈ പുറകുവശത്തെ ഭാഗത്തുള്ള GCDA നടത്തുന്ന ഈ ബൈക്ക് പാർക്കിംഗ് കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയ ആ പരിശോധനയിലാണ് അവിടെ ഉണ്ടായിരുന്ന ഈ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ അത് പ്രവർത്തനരഹിതമല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനാൽ തന്നെ അത് കൃത്യമായ രീതിയിൽ ഈ അഗ്നിരക്ഷാ സേന വിഭാഗം അത് കണ്ടെത്തി നോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് റെയിൽവേക്ക് ഉടനെ കൈമാറും. ഈ റെയിൽവേ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് നടപടിയെടുക്കും എന്നതാണ് ഇനി കാണേണ്ടത്. GCDA ആണ് നിലവിൽ അവിടെ പാർക്കിങ്ങിൻ്റെ ഫീസ് വാങ്ങുന്നതും പാർക്കിംഗ് നടത്തുന്നതും. ഏകദേശം നിരവധി ബൈക്കുകളും മറ്റുമൊക്കെ ദിനംപ്രതി വന്നു പോകുന്ന ഒരിടം കൂടിയാണ്. വീക്കെൻഡിലൊക്കെ ഈ വാഹനങ്ങൾ അവിടെ വെച്ച് പോയി വരുന്ന ആളുകളുമൊക്കെ ഉണ്ട്. അങ്ങനെ എന്തായാലും ഈ ഒരു തൃശ്ശൂരുണ്ടായ ഈ അപകടം അത് സ്വാഭാവികമായിട്ടും മറ്റിടങ്ങളിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ഈ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ സംവിധാനം കൃത്യമായ രീതിയിലല്ല എന്നതാണ് നിലവിൽ ഇവിടുത്തെ പ്രശ്നം. ശരി, പലയിടത്തെയും പാർക്കിംഗ് സംവിധാനം അങ്ങനെയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരത്താണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിനും മുന്നിലേക്ക് പാർക്കിംഗ് തോന്നുംപടിയാണ്. ദീർഘകാലമായി പല പ്രമുഖരുടെയും പ്രമുഖ രാഷ്ട്രീയക്കാരുടെയും ബെനാമിയാണ് എന്ന ആരോപണമൊക്കെ കേൾക്കുന്ന പാർക്കിംഗ് സംവിധാനമാണ്. ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണമാറ്റങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലുമൊക്കെ ഉൾപ്പെടെ അത്തരത്തിൽ കൂടുതൽ പരിശോധനകളും തീപിടുത്തമുണ്ടാകാതിരിക്കാനുള്ള നിയന്ത്രണങ്ങളും പ്രവർത്തനയോഗ്യമല്ലാത്ത അഗ്നിരക്ഷാ സംവിധാനങ്ങളുടെ പരിശോധനയും അക്കാര്യത്തിലുള്ള തിരുത്തലും ഉൾപ്പെടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. വലിയ തീപിടുത്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ ശ്യാം പ്രസാദ് ഉത്തമൻ നൽകിയത്.